ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 9-ാം വാക്യവും 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുമാണ്. ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. ദൈവവചനവും പാരമ്പര്യവും കൽപ്പനകളും നിയമവും വിശ്വാസവും ഒടുവിൽ മറ്റുള്ളവരുടെ നിലപാടും വിശ്വാസവും സംസാരവും ഒക്കെ നമ്മുടെ ജീവിതത്തെ, വിശ്വാസ ജീവിതത്തെ, ബോധ്യങ്ങളെ വഴി നടത്തുന്നതാണ്. ഇതിനു മധ്യേയാണ് യേശുവും ശിഷ്യന്മാരും നിലകൊള്ളുന്നത്. താബോർ മലയിലെ രൂപാന്തരീകരണത്തിന് ശേഷം കർത്താവ് ശിഷ്യന്മാരുമായി താഴേക്കിറങ്ങി വന്നു. ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് ചോദ്യങ്ങളാണ്. കർത്താവ് അവരോട് പറയുന്നത് സത്യങ്ങളും. മലയിലെ രൂപാന്തരീകരണത്തിന് ശേഷം താഴേക്കിറങ്ങി വന്ന കർത്താവ് ശിഷ്യന്മാരോട് ഈ രഹസ്യത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് പറയുമ്പോൾ, മരിച്ചവരിൽ നിന്ന് കർത്താവ് ഉയർപ്പിക്കപ്പെടുന്നത് വരെ ഈ രഹസ്യം നിങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കണമെന്ന് അവരോട് താക്കീത് നൽകുകയാണ്. കർത്താവ് അവിടെ പറഞ്ഞു വെച്ചത്, നീയും ദൈവവും തമ്മിലുള്ള ആത്മീയ രഹസ്യങ്ങളുടെ ബന്ധം അത് വെളിവാക്കുവാനുള്ളതല്ല, മറിച്ച് അത് വെളിപ്പെടാനുള്ളവയാണ്. ദൈവത്തിലൂടെ, ദൈവ ചൈതന്യത്തിലൂടെ, ദൈവപ്രവൃത്തിയിലൂടെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വെളിപ്പെടുവാനുള്ളത്. കർത്താവായ യേശുനാഥൻ്റെ ഉത്ഥാനത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ വെളിപാടായി ക്രിസ്തു തന്നെ അത് ലോകത്തിന് നൽകുവാൻ പോരുന്ന രീതിയിൽ വെളിപ്പെടുത്തും എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനും ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായ വെളിപാട് ബന്ധത്തിൻ്റെ സത്യത്തെക്കുറിച്ചാണ് കർത്താവ് നമ്മോട് പറഞ്ഞു തന്നത്. രണ്ടാമതായി പരസ്യ വെളിപാട് കർത്താവ് നടത്തുകയാണ്. അത് ഏലിയ പ്രവാചകനെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായാണ്. ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു. 2 കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്: പുനഃസ്ഥാപിക്കുമെന്നും വന്നു കഴിഞ്ഞു എന്നും. ദൈവ പദ്ധതിയുടെ, നിത്യതയുടെ ഒരു സ്വഭാവം കർത്താവിൻ്റെ ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളിൽ സമ്പൂർണമാക്കുവാൻ സാധിക്കാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, പദ്ധതി അഥവാ സമ്പൂർണത എന്ന് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. ഏലിയ പ്രവാചകനെക്കുറിച്ച് ശിഷ്യന്മാർ യഹൂദ പ്രമാണികൾ ചോദിച്ചതിൻ പ്രകാരം ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനം മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ്. പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമം അവസാനിക്കുകയാണ്. കർത്താവ് പറഞ്ഞ സത്യത്തെ അന്വർത്ഥമാക്കുമാറാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്. സ്നാപക യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും എന്ന്. ഈ 2 വചനങ്ങളുടെ മധ്യേ വചനത്തിൻ്റെ സമ്പൂർണതയായ മാംസം ധരിച്ച വചനമായ കർത്താവ് നിലകൊള്ളുന്നു. കർത്താവിൻ്റെ ജനന തിരുനാളിനു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഏലിയായുടെ ചൈതന്യത്താൽ നവീകരിക്കപ്പെട്ട് സജ്ജരാക്കപ്പെട്ട് യേശുവിനെ സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരുണയിൻ നായക കനിയേണമേ, കനിവോടെ
എന്നെ കൂടെ നടത്തണേ നാഥ. കരുണയിൻ നായക കനിയേണമേ, കനിവോടെ എന്നെന്നുമെന്നെ. കൂരിരുൾ നിറയുമി മുൾപ്പാതയിൽ എന്നെ കൂടെ നടത്തണേ നാഥ. യാത്രയിൻ നീറിടും വേളയിൽ ആശ്വാസമേകിയോനേ. ഈ ലോകയാത്രയിൻ നീറിടും വേളയിൽ ആശ്വാസമേകിയോനേ. നിൻ സ്നേഹം എന്നെന്നും ആനന്ദമായി, നിൻ രൂപം നായക കനിയേണമേ, കനിവോടെ എന്നെന്നുമെന്നെ. കൂരിരുൾ നിറയുമി മുൾപ്പാതയിൽ എന്നെ കൂടെ നടത്തണേ നാഥ. ജീവിതഭാരങ്ങൾ നേരിടും വേളയിൽ ആലംബമേകിയോനേ. ജീവിതഭാരങ്ങൾ നേരിടും വേളയിൽ ആലംബമേകിയോനേ. കാൽവരി ക്രൂശിൽ നീ എൻ പേർക്കായി ജീവൻ വെടിഞ്ഞതാം സ്നേഹനാഥ. ജീവന്റെ നാഥ കേഴുന്നു നിൻ മുന്നിൽ, കൈവിടാതെന്നെ നീ ചേർത്തിടണേ. കൈവിടാതെന്നെ നീ ചേർത്തിടണേ. കരുണയിൻ നായക കനിയേണമേ, കനിവോ